Dear friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേംസ് ഇൻകം, എക്സ്പെൻസ്, അസറ്റ് ആൻഡ് ലയബിലിറ്റി. Okay? In case of income, we all know that is inflow of money to the business. ലയബിലിറ്റിയുടെ കേസിലും സെയിം കോൺസെപ്റ്റാണ് ഇൻഫ്ലോ ഓഫ് മണി. ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഐറ്റത്തെ ഇൻകമായും ലയബിലിറ്റി ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഹൗ ഇറ്റ്സ് ഡിഫറൻസ്? ദെൻ ലെറ്റ്സ് ചെക്ക്. ഇൻ കേസ് ഓഫ് ഇൻകം, ഒരു കാര്യത്തെ നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഗിവ് സംതിങ് ആസ് കൺസിഡറേഷൻ. ഇറ്റ് മേ ബി സർവീസ്, ഇറ്റ് മേ ബി എ പ്രോഡക്റ്റ്. സോ നമ്മൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതിനാണ് നമുക്ക് ഇൻകം വരുന്നത്. ദെർഫോർ ദിസ് ഇൻഫ്ലോ ഓർ ദിസ് ഇൻകം നീഡ് നോട്ട് ബി റീപെയ്ഡ്. നമ്മളത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ലയബിലിറ്റി, ഇൻഫ്ലോ ഈസ് അലോങ് വിത്ത് ആൻ ഒബ്ലിഗേഷൻ ദാറ്റ് ഷുഡ് ബി റീപെയ്ഡ്. നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. സോ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഇൻകവും ലയബിലിറ്റി ആയിട്ടുള്ളത്. ഇൻകം നമുക്ക് വരുന്നത് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇൻ കേസ് ഓഫ് ലയബിലിറ്റി ദർ ഷുഡ് ബി എ ഒബ്ലിഗേഷൻ ദാറ്റ് ഹാവ് ടു ബി റീപെയ്ഡ്. നമ്മളത് റീപേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ലെറ്റ്സ് ചെക്ക്. എക്സ്പെൻസ് സിംപ്ലി മീൻസ് ഔട്ട്ഫ്ലോ ഓഫ് മണി. സോ വൈൽ പർച്ചേസിങ് അസറ്റ്സ് ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് മണി. ഇത് എങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ എക്സ്പെൻസ് ആയിട്ടും അസറ്റായിട്ടും ട്രീറ്റ് ചെയ്യുന്നത്? ഹൗ ഇറ്റ് ഡിഫറെൻറ്റ്? ഇൻ കേസ് ഓഫ് എക്സ്പെൻസ്, ദിസ് ഈസ് നോർമലി ഇൻകേർഡ് ഫോർ പാസ്റ്റ് കൺസംഷൻ. നമ്മൾ മുൻപ് എന്തെങ്കിലും കൺസ്യൂം ചെയ്തതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് എന്ത് ഈ പറയുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് നോ ഫ്യൂച്ചർ ബെനഫിറ്റ്. ഈ കേസിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ ബെനഫിറ്റും നമുക്ക് റിസീവ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് അസറ്റ് ദിസ് ഈസ് നോർമലി ഡൺ വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ഗെറ്റ് സംതിങ് ഇൻ ഫ്യൂച്ചറിലൊരു ബെനഫിറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അസറ്റിനെ നമ്മൾ അക്യൂർ ചെയ്യുന്നത്. സോ ഫ്യൂച്ചർ ബെനഫിറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കൺസപ്ഷൻ. So this will determine particular outflow as expense and income. For example, നമ്മൾ സാലറി കൊടുത്തു, സാലറി പെയ്ഡ് ഫോർ ജാനുവരി. വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ബെനഫിറ്റ് ഇൻ ഫെബ്രുവരി. നെക്സ്റ്റ് മന്തിൽ നമുക്ക് അതിൻ്റെ യാതൊരു ബെനഫിറ്റും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഇൻ കേസ് ഓഫ് അസറ്റ്, സപ്പോസ് നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിനെ പ്രോഡക്റ്റാക്കി നമുക്ക് സെയിൽ ചെയ്യാം, ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ. ഇൻ കേസ് ഓഫ് മിഷനറി നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഫ്യൂച്ചറിൽ നമുക്ക് ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെൻസ് ആൻഡ് അസറ്റ്. എക്സ്പെൻസ് does not bring any future benefit, but in case of asset that will bring a future. Then next question, what determine past future? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓക്കെ, ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമുക്ക് ഫ്യൂച്ചർ ബെനഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ അസറ്റാണോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ആ കാര്യം കൃത്യമായി നമ്മൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യു ക്യാൻ സപ്പോസ് ദർ ഈസ് നോ ഫ്യൂച്ചർ ബെനഫിറ്റ്, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. ഇഫ് ദർ ഈസ് ഫ്യൂച്ചർ ബെനഫിറ്റ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് അസറ്റ്. ഓക്കെ, ദിസ് വിൽ ഡിറ്റർമിൻ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Raw material purchased during the year with an intention to produce. Okay, so അതിൻ്റെ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് 100 kg, 100 കിലോഗ്രാം റോ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് അറ്റ് ദി റേറ്റ് ഓഫ് 10 per kg. The total cost will be 1000. So 1000 rupees outflow വന്നിരിക്കുകയാണ്. Okay, so we have to check on balance sheet date. ദറ്റ് ഈസ് ഈ 1000 rupees എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ അസറ്റാണോ? സോ ഈ 1000 രൂപയുടെ റോ മെറ്റീരിയൽ ആക്ച്വലി നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് 80 കിലോഗ്രാം ആണെങ്കിൽ ദ ആക്ച്വൽ കോസ്റ്റ് 800. 80 into 10, 800
that is actually consumed. ഇത് ഓൾറെഡി കൺസ്യൂം ചെയ്തതുകൊണ്ട് ദാറ്റ് വിൽ നെവർ ഗിവ് എനി ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ഇപ്പോൾ 100 kg നമ്മൾ 80 kg കൺസ്യൂം ചെയ്തു, സോ അൺകൺസ്യൂംഡ് ഉണ്ട്. സോ അൺകൺസ്യൂംഡ് പോർഷൻ ക്യാൻ ബി സോൾഡ് ഇൻ ഫ്യൂച്ചർ. 20 × 10 200 കോസ്റ്റ്, അത്ര രൂപയുടെ വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മളെ കയ്യിലുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ഫ്യൂച്ചർ. So that will generate a future benefit. If we consume and sell in future, then that may create cash inflow. That's profit, maybe a profit, okay, cash inflow. So that's why it is treated as asset. അപ്പോൾ ഒരേ കാര്യം തന്നെ ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഫ്യൂച്ചർ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ടും അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നു.